തയ്യാറാക്കിയ ഈ ടോപ്പിക് എക്സാം ബുക്കിലെ ഓരോ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ സർക്കാർ ജോലി ഇനി നിങ്ങളെ തേടിയെത്തും. PSCയുടെ അതേ നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഈ ടോപ്പിക് എക്സാം ബുക്ക് ഓർഡർ ചെയ്യാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇനി PSCയുടെ ട്രെൻഡ് അറിഞ്ഞു പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ തന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ IC ചാക്കോ, ഓപ്ഷൻ ബി C കേശവൻ, ഓപ്ഷൻ സി GD നോക്സ്, ഓപ്ഷൻ ഡി അബ്ദുറഹ്മാൻ. നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിലെ നിവർത്തനം എന്ന വാക്ക് കൊണ്ടുവന്നത് ആരാണ് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? ഓപ്ഷൻ എ IC ചാക്കോ. ഓക്കെ, ഓപ്ഷൻ എ IC ചാക്കോയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ AK ഗോപാലൻ, ഓപ്ഷൻ ബി മൊയ്യാരത്ത് ശങ്കരൻ, ഓപ്ഷൻ സി കൃഷ്ണസ്വാമി അയ്യർ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആരാണ്? ഓപ്ഷൻ ബി മൊയ്യാരത്ത് ശങ്കരനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി മൊയ്യാരത്ത് ശങ്കരൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി മൊറായ സമരം, ഓപ്ഷൻ സി കരിവള്ളൂർ സമരം, ഓപ്ഷൻ ഡി പുന്നപ്ര വാലാർ സമരം. ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. എന്താണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. അല്ലെ, ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആരുടെ നേതൃത്വത്തിലാണ് സൗഹൃദ ജാഥ നടന്നത്? ഓപ്ഷൻ എ KK കൗസല്യ, ഓപ്ഷൻ ബി കാർത്യാനി അമ്മ, ഓപ്ഷൻ സി രമ തമ്പുരാട്ടി, ഓപ്ഷൻ ഡി ആര്യപ്പള്ളം. അതായത് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നടന്നത് എല്ലാവർക്കും അറിയാലോ. അത് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ എ KK കൗസല്യ. ഓക്കെ, ഓപ്ഷൻ എ KK കൗസല്യയുടെ നേതൃത്വത്തിലാണ് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സൗഹൃദ ജാഥക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെ? KK കൗസല്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മലബാർ കുടിയായ്മ നിയമം പാസാക്കിയ വർഷം? മലബാർ കുടിയായ്മ നിയമം പാസാക്കിയ വർഷം എന്ന് ഏതാണ്? ഓപ്ഷൻ എ 1929 ആണോ? ഓപ്ഷൻ ബി 1914 ആണോ? ഓപ്ഷൻ സി 1916 ആണോ? ഓപ്ഷൻ ഡി 1920 ആണോ? ഏതാണ് നമ്മുടെ ആൻസർ ആയി വരിക? മലബാർ കുടിയായ്മ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1929. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കരിവള്ളൂർ സമരത്തിന്റെ രക്തസാക്ഷികളെ തിരിച്ചറിയുക. 1 തിടിയിൽ കണ്ണൻ, 2 കീനേരി കുഞ്ഞമ്പു, 3 PK ചാത്തൻ മാസ്റ്റർ, 4 ശാരദാ കുമാർ. ഓപ്ഷൻസ് നോക്കൂ. എ 1, 2 മാത്രം, ബി 2, 3 മാത്രം, സി 3, 4 മാത്രം, ഡി 1, 2, 3, 4 മാത്രം. കരിവള്ളൂർ സമരത്തിന്റെ രക്തസാക്ഷികളെ തിരിച്ചറിയുക എന്നാണ് ചോദ്യം. 4 ആളുകളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, 4 വ്യക്തികളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. തിടിയിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു, PK ചാത്തൻ മാസ്റ്റർ, ശാരദകുമാർ. ഇതിൽ ആരാണ് കരിവള്ളൂർ സമരത്തിന്റെ രക്തസാക്ഷികളായത്? ഏതാണ്? നമുക്ക് നോക്കാം അല്ലെ. തിടിയിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുമാണ് എന്ത് കരിവള്ളൂർ സമരത്തിന്റെ രക്തസാക്ഷികളായി പറയപ്പെടുന്നത്. അപ്പൊ ഓപ്ഷൻ എ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ 1, 2 മാത്രം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൂത്താളി സമരം നടന്ന ജില്ല? കൂത്താളി സമരം നടന്ന ജില്ല ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യാത്തായ കമന്റ് ആയിട്ട് പറയാ. കൂത്താളി സമരം നടന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? എ C കേശവൻ, ബി AG വേലായുധൻ, സി IK കുമാര മാസ്റ്റർ, ഡി K കൃഷ്ണൻ മാസ്റ്റർ. ഓക്കെ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ C കേശവൻ, ഓപ്ഷൻ ബി AG വേലായുധൻ, ഓപ്ഷൻ സി IK കുമാരൻ മാസ്റ്റർ, ഓപ്ഷൻ ഡി K കൃഷ്ണൻ മാസ്റ്റർ. ഏതാണ് ആൻസർ ആയി വരിക? ഓപ്ഷൻ സി IK കുമാരൻ മാസ്റ്റർ. ഓക്കെ, IK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തലയോട് എന്ന നോവൽ ആരുടേതാണ്? ഓപ്ഷൻ എ VK മോഹനകുമാർ, ഓപ്ഷൻ ബി തകൈ ശിവശങ്കര പിള്ള, ഓപ്ഷൻ സി കേശവ് ദേവ്, ഓപ്ഷൻ ഡി M മുകുന്ദൻ. ആരാണ് തലയോട് എന്ന നോവലിന്റെ രചയിതാവ്? ആരാണ്? ഓപ്ഷൻ ബി തകൈ ശിവശങ്കര പിള്ളയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ
ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.